പഴയ നിയമത്തിൽ പല പ്രാവശ്യവും പുതിയ നിയമത്തിൽ 2 പ്രാവശ്യം മാത്രം കാണുന്ന ഒരു വസ്തു. കൊടുത്തവരും വാങ്ങിയവരുമുണ്ട്. ഇത് വാങ്ങാൻ പാടുള്ളതല്ല എന്ന് ഒരിടത്ത് പറയുന്നു. ഇതിനെ കൊടുത്താൽ ചിലതിനെ ശാന്തമാക്കാം. എന്താണിത്? സമ്മാനം. ആവർത്തനം 16-ാം അധ്യായം 19-ാം വാക്യം. സദൃശവാക്യങ്ങൾ 21-ാം അധ്യായം 14-ാം വാക്യം. വെളിപ്പാട് 11-ാം അധ്യായം 10-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായം 10-ാം വാക്യം. രാജാവിന് എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാകുവാൻ പാടില്ലാത്തത് ആരെ? ഭാര്യ, കുതിര. ആവർത്തനം 17-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഒരു പ്രവാചകൻ അരുളപ്പാട് അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുവൻ മരിച്ചു വീണു. മരിച്ചു വീണത് ആർ? പെലത്യാവ്. യെഹെസ്കേൽ 11-ാം അധ്യായം 13-ാം വാക്യം. ചില വസ്തുക്കൾക്ക് സംരക്ഷണം നൽകുന്ന ഒന്നിനെ സ്വന്തം കൈയാൽ കുത്തിപ്പൊളിച്ച് ഒരു പ്രവാചകൻ പുറത്തു വന്നു. അങ്ങനെ ചെയ്ത പ്രവാചകൻ ആർ? യെഹെസ്കേൽ പ്രവാചകൻ. യെഹെസ്കേൽ 12-ാം അധ്യായം 5-7 വാക്യങ്ങൾ. ഒരു നാൽക്കാലി. പക്ഷേ അതിനെക്കുറിച്ച് ബൈബിളിൽ പരാമർശിക്കുന്നില്ല. അതിൻ്റെ ഒരു ശരീരഭാഗം കൊണ്ട് വിവിധ തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയതായി പറയുന്നുണ്ട്. എങ്കിൽ നാൽക്കാലി ഏത്? ശരീരഭാഗം ഏത്? നാൽക്കാലി ആന. ശരീരഭാഗം ആനക്കൊമ്പ്. 1 രാജാക്കന്മാർ 22-ാം അധ്യായം 39-ാം വാക്യം. യെഹെസ്കേൽ 27-ാം അധ്യായം 6-ാം വാക്യം. ആമോസ് 6-ാം അധ്യായം 4-ാം വാക്യം. ഒരു പ്രവാചകൻ്റെ പേരും സമുദ്രത്തിൽ കാണുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരും ഒന്നാണ്. പേരെന്ത്? എലീഷ. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 16-ാം വാക്യം. യെഹെസ്കേൽ 27-ാം അധ്യായം 7-ാം വാക്യം. ദുർലഭവും വില കൂടിയ ഒന്നിനേക്കാളും വിലയുള്ളതുമായ ഒരാൾ. ഈ വിലയുള്ള ഒരാൾ കാരണം വേറൊരാൾക്ക് പ്രശസ്തി ലഭിക്കുന്നു. ചിലർ ഈ വ്യക്തിയെ പ്രശംസിക്കാറുണ്ട്. എങ്കിൽ ഈ വ്യക്തി ആർ? സാമർഥ്യമുള്ള ഭാര്യ. സദൃശവാക്യങ്ങൾ 31-ാം അധ്യായം 10, 23, 28 വാക്യങ്ങൾ. ധരിക്കുവാനുള്ളത് ഈട് വാങ്ങുവാൻ പാടില്ലാത്തത് ആരുടെ? വിധവ. ആവർത്തനം 24-ാം അധ്യായം 17-ാം വാക്യം. യജമാനന് പകരം ഒരു രാജാവിൻ്റെ കൂടെ പോകേണ്ടി വന്ന ഭൃത്യൻ ആർ? കിംഹാം. 2 ശമൂവേൽ 19-ാം അധ്യായം 37, 38, 40 വാക്യങ്ങൾ. ഒരു മരത്തിൽ നിന്ന് വിളവെടുക്കുമ്പോൾ അതിൻ്റെ ശാഖകളിൽ നിന്ന് തിരഞ്ഞു പറിക്കുവാൻ പാടില്ല. അങ്ങനെയുള്ള മരം ഏത്? ഒലിവ്. ആവർത്തനം 24-ാം അധ്യായം 20-ാം വാക്യം. ഒരു യഹൂദൻ്റെ മക്കൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരും ക്ഷുദ്രപ്രയോഗക്കാരുമായിരുന്നു. ഇവരുടെ പിതാവിൻ്റെ പേരും ജോലിയും എന്ത്? പേര് സ്കേവ. ജോലി മഹാപുരോഹിതൻ. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. പഴയ നിയമത്തിലുടനീളം
കാണാവുന്ന ഒരു വാക്ക്. പക്ഷേ പുതിയ നിയമത്തിൽ വാക്കില്ല. വിഗ്രഹാരാധനയോടുള്ള ബന്ധത്തിലാണ് ഈ വാക്ക് വരുന്നത്. ആദ്യത്തെ രണ്ടക്ഷരം ഒരു സ്ത്രീയുടെ പേരും അവസാന രണ്ടക്ഷരം ഒരു പുരുഷൻ്റെ പേരുമാണ്. എങ്കിൽ ഈ വാക്ക് ഏത്? പൂജാഗിരി. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 30-ാം വാക്യം.